ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് നല്ലൊരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി പരിചയപ്പെടുത്താനാണ്. അപ്പോൾ ഇതിനിവിടെ മുട്ടയപ്പം എന്നും മുട്ട സിർക്ക എന്നൊക്കെ പറയും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണിത്. നമുക്ക് രാവിലെ തന്നെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഈ ഒരു റെസിപ്പി റെഡിയാക്കാനായിട്ട് ഞാൻ 1.5 കപ്പ് പച്ചരി ഒരു 3-4 മണിക്കൂർ ഒന്ന് കുതിർത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പച്ചരി രാത്രി കുതിർത്ത് വെക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ രാവിലെ ചെയ്താലും മതി. ഒരു 3-4 മണിക്കൂർ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുതിർന്നിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ അരി എടുത്തിട്ടുള്ള അതേ അളവിൽ തന്നെ ചോറും എടുക്കണം. അപ്പോൾ ഞാൻ 1.5 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇത്ര ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു മുട്ടയാണ്. അപ്പോൾ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പോൾ മുട്ട ഓപ്ഷനിലാണ്, മുട്ട ഇല്ലാതെ ഇത് ചെയ്തെടുക്കാം. മുട്ട ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റി ആയിരിക്കും. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം. അധികം വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ. അപ്പോൾ ഞാനിത് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിലാണ് നമുക്ക് ഇതിൻ്റെ ഒരു ബാറ്റർ വേണ്ടത്. നല്ല ടൈറ്റും ആവരുത്, എന്നാൽ ഒത്തിരി ലൂസും ആയി പോവരുത്. ഇതുപോലെ ഒരു രീതിയിലാണ് നമുക്ക് ഈ മാവ് വേണ്ടത്. ഇനി നമുക്കിത് എങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഒരു കടായി നന്നായിട്ട് ചൂടാക്കി അതിൽ വെളിച്ചെണ്ണ ഓയിലോ ഒഴിച്ചു കൊടുത്ത് അത് നന്നായിട്ട് ചൂടായതിന് ശേഷം ഇത് ഒരു തവി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് ഒന്ന് പൊങ്ങി വരുന്നത് വരെ നമ്മൾ അനക്കേണ്ടതില്ല. അതിങ്ങനെ പൊങ്ങി വന്നതിന് ശേഷം അതിന് മേലോട്ട് കുറച്ച് ഓയിലാക്കി കൊടുക്കാം. എന്നിട്ടിത് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഇത് തിരിച്ചു മറിച്ചു വിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് മുഴുവനും നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ മുട്ടയപ്പം മുഴുവനും കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണിത്. ഇത് നമുക്ക് കറികളൊന്നും ഇല്ലാതെ വെറുതെ കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഇതിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ കിട്ടുന്നത് ചിക്കൻ, ബീഫ്, പിന്നെ മുട്ട റോസ്റ്റ്, ഇതിനൊക്കെ നല്ലൊരു അടിപൊളി കോംബോ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക.